Hi all, this is Meera. Welcome back to High School Max. ഇന്നത്തെ വീഡിയോയിൽ PSC LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 2013 പത്തനംതിട്ടയിൽ നടന്ന എക്സാമിന്റെ മാത്സ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് 0.0121 is equal to dash. ഇതിന്റെ ഓപ്ഷൻസ് ഓപ്ഷൻ എ 0.11, ഓപ്ഷൻ ബി 1.1, ഓപ്ഷൻ സി 0.01, ഓപ്ഷൻ ഡി 1.01. അപ്പം 121 എന്ന് പറഞ്ഞൊരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 11 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ നോക്കുകയാണ് 11ന്റെ സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ എന്താണ്? 11 × 11 ആണ്. 11 × 11 121 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 121 എന്ന് പറയുന്നത് എന്തായിരിക്കും? 11 ആയിരിക്കും. ഇനി ഞാൻ നോക്കുവാണ് 0.11, അതിന്റെ സ്ക്വയർ ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും വരിക? 0.11 × 0.11. 11 × 11 121 ആണെന്ന് അറിയാം. ഇവിടെ 2 പോയിന്റ്സ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ 2 പോയിന്റ്സ് മാറ്റിയാണ് 11 × 11 നമ്മൾ ചെയ്തത്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 4 പോയിന്റ്സ് ആണ് ആൻസർ നമ്മൾ മാറ്റേണ്ടത്. അപ്പൊ ഇവിടുന്ന് 1 2 3 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 0 ഇട്ട് ഇവിടെ പോയിന്റ് മാറ്റി. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 0.0121 ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും വരിക? ഇവിടെ 121ന്റെ സ്ക്വയർ റൂട്ട് 11 എന്ന് പറയുന്ന പോലെ സ്ക്വയർ റൂട്ട് ഓഫ് 0.0121ൻ്റെത് 0.11 ആയിരിക്കും. അപ്പൊ നമുക്ക് ആൻസർ ലഭിച്ചു. ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ, 0.11 ആണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തെ നമ്പർ ഏതാണ്? 121. 121ന്റെ സ്ക്വയർ റൂട്ട് 11 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ പോയിന്റ് 1 2 3 4, ഇവിടെ 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ നേരെ പകുതി 2 പോയിന്റ് മാറ്റി കുത്തിടുക. 0.11. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്വർണത്തിന് വർഷം തോറും 10% എന്ന തോതിൽ മാത്രം വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ വില 20,000 രൂപ എങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര രൂപയാകും? ഓപ്ഷൻ 24,000, ഓപ്ഷൻ ബി 24,020, ഓപ്ഷൻ സി 24,200, ഓപ്ഷൻ ഡി 22,000. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വില 20,000 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞുള്ള വിലയാണ് സ്വർണത്തിന്റെ കാണേണ്ടത്. ഇവിടെ ഓരോ വർഷവും 10% വില വർദ്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇപ്പോഴത്തെ വില 20,000 രൂപ, ഇതാണ് 100%. ഇനി ഇവിടെ ഈ ഫസ്റ്റ് ഇയറിൽ 10% വർദ്ധിക്കണം. അപ്പൊ ഇതിന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 0 മാറ്റിയാൽ മതി. 20,000 ഒരു 0 പോയി കഴിഞ്ഞാൽ 2,000. അപ്പൊ വർദ്ധിക്കുന്നതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്യണം. ഇവിടെ എത്ര വരും? 22,000. അപ്പൊ രണ്ടാമത്തെ, ഇതിപ്പോ ഫസ്റ്റ് വർഷത്തിന്റെ കേസാണ് പറഞ്ഞത്. രണ്ടാമത്തെ വർഷം ആകുമ്പോൾ ഇതാണ് 100%, ഇത്രയും രൂപയാണുള്ളത് രണ്ടാമത്തെ വർഷത്തിന്റെ കേസിൽ. ഇനി ഇതിന്റെ 10% കാണണം. ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 0 മാറ്റുമ്പം 2,200 വരും. ഇവിടെയും വർദ്ധിക്കുവാണ്, ഓരോ വർഷവും വർദ്ധിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ പ്ലസ് ചെയ്യുന്നു. ഇവിടെ 200, ഇവിടെ 2 + 2 4, ഇവിടെ 24,200 രൂപ. അപ്പൊ 2 വർഷം കഴിയുമ്പം 20,000 രൂപ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ വില എത്രയായിരിക്കും? 24,200 ആയിരിക്കും. ഓപ്ഷൻ ഇവിടെ സി ആണ് ആൻസർ. തേർഡ് വൺ, -1/100 + -1/101 is equal to dash. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 2. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, -1 ഈവൻ നമ്പർ is equal to +1 ആയിരിക്കും. -1 ഓഡ് നമ്പർ is equal to -1 ആയിരിക്കും. അതായത് ഇവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ. -1/2 എന്ന് പറയുന്നത് 2 4 6 8 ഇവയാണ് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഇവൻ നമ്പേഴ്സ്. ഈ -1/2 എന്ന് പറഞ്ഞാൽ -1നെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 1 1 തന്നെ വരും. മൈനസും മൈനസും പ്ലസ് ആവും. അപ്പൊ ഇവിടെ 2 4 അങ്ങനെ ഏതൊരു ഇരട്ട സംഖ്യ, ഇപ്പൊ ഇവിടെ 202 ആണെങ്കിൽ ഇവിടെ എന്താണ്? +1 വരത്തുള്ളൂ. അപ്പൊ ഇരട്ട സംഖ്യയാണ് പവറായിട്ട് വരുന്നതെങ്കിൽ -1/2 ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ അതെന്തായിരിക്കും? +1 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു -1/2 ഒരു ഓഡ് നമ്പർ. 3 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. -1 × -1 × -1. 3 ടൈംസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 തന്നെയാണ്. മൈനസും മൈനസും പ്ലസ് വരും, പ്ലസും മൈനസും മൈനസ് വരും. അപ്പൊ ഈ ഒരു കാര്യം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. അതായത് -1/100, 100 100 എന്ന് പറയുന്ന ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഇത് +1 ആയിരിക്കും വരിക. പ്ലസ് ഇട്ടു. -1/101, 101 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇത് -1 ആയിരിക്കും. +1ഉം -1ഉം വരുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇനി എന്താണ്? 0 മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. നമ്പർ 4, 32 ആളുകൾക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ 15 ദിവസം വേണമെങ്കിൽ 10 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ആളുകൾ വേണം? ഓപ്ഷൻ എ 48, ഓപ്ഷൻ ബി 42, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 47. അപ്പൊ ഇവിടെ നമുക്കറിയാം 32 ആളുകൾക്ക് ഒരു ജോലി പൂർത്തീകരിക്കുവാനായിട്ട് 15 ദിവസം വേണമെങ്കിൽ ഇനി എത്ര ആളുകൾ വേണം ആ ജോലി ഇവിടെ x × 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ എന്നാണ് ചോദിക്കുക. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, m1 d1 = m2 d2.
ഇനി ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 32 × 15/10 ചെയ്താൽ മതി. ഇതിൽ നിന്ന് 5 × 2 10, 5 × 3 15 വന്നു. 32ന്റെ പകുതി എത്രയാണ്? 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 16 വരും. ഇനി 16 × 3 48 ആണ്. അതായത് ഈ സെയിം ജോലി തന്നെ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുവാൻ വേണ്ടി 48 ആളുകളാണ് വേണ്ടത്. 5th ക്വസ്റ്റ്യൻ നോക്കാം. 150 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ 200, ഓപ്ഷൻ ബി 198, ഓപ്ഷൻ സി 220, ഓപ്ഷൻ ഡി 240. അപ്പോൾ ഒരു സാധനത്തിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100% ആണ്. നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ആ 100ൽ നിന്ന് മൈനസ് ചെയ്യും. ലാഭം എത്ര ശതമാനമാണോ അത് നമ്മൾ 100നോട് ആഡ് ചെയ്യും. ഈ ഒരു കാര്യം ഓർത്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഇവിടെ ആദ്യം പറയുന്നത് 150 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. അപ്പം 150 രൂപ എന്ന് പറയുന്നത് 100ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 90% ആണ്. ഇനി 10% ലാഭം കിട്ടണമെങ്കിൽ, ലാഭം എന്ന് പറയുമ്പോൾ അറിയാം 100 + 10 110. അപ്പൊ ഈ 110% ആകണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിക്കുക. ഇവിടെ ആ എമൗണ്ടിനെ ഞാനിവിടെ എക്സ് എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പൊ 180 രൂപ എന്ന് പറയുന്നത് 90% ആണെങ്കിൽ 1% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180/90 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 110% അത് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 180/90 ഇതാണ് 1%. ഇതിനോട് കൂടി 110 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 ക്യാൻസലായി. 9 × 2 ആണ് 18. അപ്പം 11 × 2 എത്ര ആയിരിക്കും? 22. അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ടാൽ മതി, 220. അതായത് 110%, അതായത് ആ സാധനം 220 രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് 10% ലാഭം ലഭിക്കുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കമ്പനിയിൽ 24 ജോലിക്കാരുടെ ശരാശരി വയസ്സ് 35 ആണ്. മാനേജറുടെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 1 വർദ്ധിച്ചു എങ്കിൽ മാനേജറുടെ വയസ്സ് എത്ര? ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 39, ഓപ്ഷൻ സി 37.5, ഓപ്ഷൻ ഡി 60. അപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ ബൈ എണ്ണം, ടോട്ടൽ ബൈ നമ്പർ ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ആകെ കാണാൻ വേണ്ടി ശരാശരി ഇൻറ്റു ആ എണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതനുസരിച്ച് ഇവിടെ നമുക്കറിയാം 24 ജോലിക്കാരുടെ ശരാശരി വയസ്സ് 35 തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് മാനേജറുടെ വയസ്സ് കൂടി, അതായത് ഒരാളും കൂടെ കൂടി ഒരു മാനേജറുടെ വന്നു. ഇപ്പൊ 24 + 1 25 മാറി നമ്പർ. അതുപോലെ തന്നെ ശരാശരി വയസ്സപ്പം 1 വർദ്ധിച്ചെന്നാണ് പറയുക. അപ്പം 35 + 1 36. ഇങ്ങനെയെങ്കിൽ മാനേജറുടെ വയസ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുക. അപ്പൊ നോർമലി നമുക്കറിയാം ഇവിടുത്തെ ടോട്ടൽ വയസ്സ് നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 36 × 25 ചെയ്യും. അപ്പൊ 36 എന്ന് പറഞ്ഞാൽ ശരാശരി, ഇതെന്ന് പറഞ്ഞ നമ്പർ. അത് ചെയ്താൽ മതി, ആകെ നമുക്ക് ലഭിക്കും. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യും? ഈ 35 × 24 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 36 × 25 ചെയ്യുമ്പോൾ നമുക്ക് 900 വരും. ഇനി 35 × 24 വരുമ്പോഴത്തേക്കും 840 വരും. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 60 ആണ് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നോക്കുക. അതായത് 36ൽ നിന്ന് 1 മൈനസ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത് -1. 25ൽ നിന്ന് 1 മൈനസ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത് 24. ഈ ഒരു കേസിൽ ഈ 60 കാണാൻ വേണ്ടി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം എന്താണ്? ഒന്നുകിൽ ഈ 25 35 കൂടെ ആഡ് ചെയ്യുക. 25 35 കൂടെ ആഡ് ചെയ്ത് എത്രയാണ്? 30 20 50 10 60 വന്നു. അല്ലെങ്കിൽ എന്താണ്? 36 24 കൂടെ ആഡ് ചെയ്യുക. അപ്പം 36 35 കൂടെ ആഡ് ചെയ്യില്ല, പകരം 25 35 അല്ലെങ്കിൽ 36 24 ഇത് തമ്മിൽ ആഡ് ചെയ്യുക. നമ്മുടെ കിട്ടുന്ന ആൻസർ 60 തന്നെ ആയിരിക്കും. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്കത് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 7th one. അടുത്ത പൂർണ്ണസംഖ്യ ഏതാ? 3 1/5, 3 3/5, 4 4 2/5. അപ്പൊ നെക്സ്റ്റ് നമ്പർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ 4 4/5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 7. അപ്പൊ നമുക്ക് നോക്കാം. 3 1/5, 3 3/5 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3 അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു ഇൻക്രീസ് വന്നിരിക്കുന്നത് 1/5 എന്ന് പറഞ്ഞാൽ 3/5 ആയി മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3/5 - 1/5 എത്രയായിരിക്കും? 3ൽ നിന്ന് 1 മൈനസ് ചെയ്ത 2 ആണ്. 2/5 എന്ന് പറഞ്ഞു. സോറി, ഇവിടെ 5 ആണ്. അപ്പൊ ഇവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2/5 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇത് തമ്മിലുള്ള ആ റിലേഷൻ എന്താണെന്ന്. അതായത് 3 3/5 ഉണ്ട്. അതിനോട് കൂടി, അതായത് ഈ 3/5നോട് കൂടി ഞാൻ 2/5 ആഡ് ചെയ്ത് എന്ത് വരും? ഇവിടെ ഛേദം 5 തന്നെ വരും. ഇവിടെ 3 + 2 5 വരും. 5/5 എന്ന് വന്നു. 5/5 എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കട്ട് ചെയ്താൽ 1 ആണ്. ഈ 3നോട് 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 4 വന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2/5 ആണ്. ഇനി 4ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ എന്താണ്? ഈ 2/5 കൂടെ ആഡ് ചെയ്താണ് 4 2/5.
അപ്പം നെക്സ്റ്റ് നമ്പർ വരിക എന്തായിരിക്കും? 4 2/5 കൂടി 2/5 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഛേദം സെയിം ആയതുകൊണ്ട് 5 തന്നെ വന്നു. 2 + 2 4 വന്നു. അതായത് 4 ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ 4 4/5 വന്നു. അപ്പം 4 4/5 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. 8th വൺ, 30 മീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണ ആകൃതിയിലുള്ള ഒരു മൈതാനത്തിന് ചുറ്റും ഒരു കുട്ടി നടക്കുകയാണ്. ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ മൈതാനത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കുവാൻ എത്ര ചുവട് വെക്കേണ്ടി വരും? ഓപ്ഷൻ എ 180, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 120. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സമഭുജ ത്രികോണ ആകൃതിയിലുള്ള ഒരു മൈതാനം. അപ്പം സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 3 സൈഡ് ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇവിടെ ഒരു വശത്തിന്റെ അളവ് വന്നിട്ട് 30 മീറ്റർ. അപ്പൊ ഇതാണ് ആ മൈതാനത്തിന്റെ ഷേപ്പ്. ഇതാണ്. ഇതിന്റെ ഓരോ സൈഡും 30 മീറ്റർ വെച്ചാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടി ഇതിന് ചുറ്റും നടക്കുമ്പോൾ ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടുന്നുവെങ്കിൽ ഈ മൈതാനത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കുവാൻ എത്ര ചുവട് വെക്കേണ്ടി വരും? അപ്പം നമ്മളിപ്പം ഈ ഒരു സൈഡിന്റെ മാത്രം കേസ് എടുക്കുവാണെങ്കിൽ, അതായത് ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും 30 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഓരോ ചുവടും വെക്കുമ്പോൾ തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. 60 സെന്റിമീറ്റർ എന്നായതുകൊണ്ട് ഈ 30 മീറ്ററിനെ സെന്റിമീറ്ററോട്ട് മാറ്റണം. അപ്പം ഇവിടെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പം 30 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 × 100 3000 സെന്റിമീറ്റർ ആണ്. അപ്പം 30 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 സെന്റിമീറ്റർ. ഇനി ഇത്രയെന്ന് പറഞ്ഞാൽ 3000 സെന്റിമീറ്റർ ആണ്. അവിടെ ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര ചുവട് വെക്കണമെന്ന് കാണാൻ വേണ്ടി 3000നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 30നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്, കാരണം ഇത് മീറ്ററും ഇത് സെന്റിമീറ്ററും ആണ്. യൂണിറ്റ് സെയിം ആയിരിക്കണം. അപ്പൊ 6 × 5 30 വന്നു. അതിന്റെ കൂടെ 0 കൂടെ വന്നു, 50 എന്ന് വന്നു. അപ്പൊ ഇവിടെ 50 ചുവടുകൾ വെക്കുമ്പോഴാണ് ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു 30 മീറ്റർ കവർ ചെയ്യുക. അപ്പൊ ഇവിടെ 50 ചുവടുകൾ വെച്ചെന്ന് കിട്ടി. ഇവിടെ 50 ചുവടുകളാണ്. ഇവിടെ എല്ലാം സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടെ 50 ചുവടുകൾ വെക്കണം, ഇവിടെ 50 ചുവടുകൾ വെക്കണം. അപ്പൊ ടോട്ടൽ എത്ര വരും? 50 100 150. അപ്പൊ ഈ ഒരു മൈതാനം ഒരു പ്രാവശ്യം നടക്കുവാൻ വേണ്ടി 150 ചുവടുകൾ വെക്കണം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് എന്താണ്? 30 മീറ്റർ ആണ് ഇതിന്റെ ഒരു വശത്തിന്റെ അളവെന്നറിയാം. സമഭുജ ത്രികോണ ആകൃതിയാണെന്നറിയാം. ഇതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കാണുക. പെരിമീറ്റർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് 3 കൂടെ ആഡ് ചെയ്യുക. 30 60 90. അപ്പൊ 90 മീറ്റർ എന്ന് കിട്ടി. 90 മീറ്റർ എന്ന് പറഞ്ഞാൽ 90 × 100 വന്നു. ഇത്രയും സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിനെ ഈ 90,000 എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ ആണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സീറോസ് ക്യാൻസലായി. ഇവിടെ വെച്ച് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 × 2 6 വന്നു. 3 × 3 ആണ്. 300 വന്നു. 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 300ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് കിട്ടി 150 ചുവടുകൾ. 9th വൺ നോക്കാം. 2.6 സ്ക്വയർ മൈനസ് 2.4 സ്ക്വയർ എത്ര? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 0.1, ഓപ്ഷൻ സി 0.2, ഓപ്ഷൻ ഡി 1. അപ്പോൾ ഇവിടെ നോർമലി നമുക്ക് ചെയ്യാം. 26ന്റെ സ്ക്വയർ കാണുന്നു, പോയിന്റ് മാറ്റുന്നു. 24ന്റെ സ്ക്വയർ കാണുന്നു, പോയിന്റ് മാറ്റുന്നു. അതിനുശേഷം മൈനസ് ചെയ്ത് എഴുതാം. പക്ഷെ അതിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്കറിയാം ഈ ഐഡന്റിറ്റി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് a + b × a - b ആണ്. അപ്പൊ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2.6 സ്ക്വയർ ആണ്. അപ്പൊ അതിലെ എ എന്ന് പറയുന്നത് 2.6 ആണ്. ബി എന്ന് പറയുന്നത് ഇവിടെ ബി സ്ക്വയർ 2.4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് 2.4 ആണ്. അപ്പൊ അത് രണ്ടും അറിയാമെങ്കിൽ ഇത് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? a + b × a - b ചെയ്താൽ മതി. അതായത് 2.6 + 2.4 a + b ആയി. ഇനി എന്താണ്? a - b 2.6 - 2.4. ഇപ്പൊ 2.6 + 2.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 + 4 10 ആണ്. 0 വന്നു. റിമൈൻഡർ 1 ഉണ്ട്. 2 + 2 4 വന്നു. 5 എന്ന് വന്നു. അപ്പൊ 2.6 2.4 ആഡ് ചെയ്താൽ 5 ആണ്. ഇൻറ്റു 2.6 - 2.4. അതായത് ഇവിടെ 2ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 0 ആണെന്ന് അറിയാം. 6ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 2 ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എടുത്തെഴുതുക. 2.6 - 2.4 ചെയ്യുക. 6ൽ നിന്ന് 4 പോയാൽ 2 വരും. 0.2 എന്ന് വന്നു. ഈ 2.0 എന്ന് എഴുതല് 0.2 തന്നെയാണ്. അപ്പൊ 5 × 0.2 എന്നാണ് വന്നിരിക്കുന്നത്. 5 × 2, അതായത് ഇവിടുന്ന് 5 ഉണ്ട്, ഇവിടുന്ന് ഞാൻ 2 കൂടെ എടുത്തു കഴിഞ്ഞാൽ 10 വന്നു. ഇവിടെ പോയിന്റിന്റെ കാര്യം പ്രശ്നമില്ല. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പോയിന്റ് മാറ്റിയാണ് ഇവിടെ 2 എന്ന് എടുത്തത്. അപ്പോൾ ഒരു പോയിന്റ് ഇവിടുന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും 1 എന്ന് വന്നു. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർദ്ധഗോളാകൃതിയുള്ള ഒരു പാത്രത്തിന്റെ വ്യാസാർദ്ധം 6 സെന്റിമീറ്റർ എങ്കിൽ ആ പാത്രത്തിന്റെ വ്യാപ്തം എത്ര? ഓപ്ഷൻ 72/, ഓപ്ഷൻ ബി 36/, ഓപ്ഷൻ സി 144/, ഓപ്ഷൻ ഡി 288/. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് അർദ്ധഗോളത്തിന്റെ വ്യാപ്തം, വോളിയത്തിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ 2/3 πr³ ആണ്. അപ്പൊ നോർമലി നമുക്ക് അറിയാവുന്നത് ഒരു സ്പിയറിന്റെ, അതായത്
ഒരു ഗോളത്തിന്റെ വോളിയം 4/3 πr³ ആണ്. അപ്പൊ അതിന്റെ നേരെ പകുതി എന്ന് പറയുന്നതാണ് അർദ്ധഗോളം എന്ന് പറയുമ്പോൾ. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി ആയിരിക്കും. ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 2 ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 വരും. അപ്പം 2/3 πr³ എന്ന് പറയുന്നതാണ് ഒരു അർദ്ധഗോളത്തിന്റെ വ്യാപ്തം. അതിന്റെ ഇക്വേഷൻ ഇവിടെ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? അതിന്റെ റേഡിയസ്, ആരമാണ് വേണ്ടത്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു പാത്രത്തിന്റെ, അർദ്ധഗോളാകൃതിയിലുള്ള പാത്രത്തിന്റെ വ്യാസാർത്ഥം. ഇവിടെ വ്യാസം എന്ന് കാണുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ ആണെന്ന് കരുതി അതിന് നേരെ പകുതി കണ്ട് റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്. കാരണം വ്യാസാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യാസത്തിന്റെ പകുതി. വ്യാസത്തിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആരം തന്നെയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് റേഡിയസ് തന്നെയാണ്. അതിന് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെ 2/3 × π × r³. r എന്ന് പറഞ്ഞാൽ 6 ആണ്. 6³ എന്ന് പറഞ്ഞാൽ 6നെ 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 2s are 6 ആണ്. 3 × 2 ആണ് 6. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 2 12. 12 × 6 72. 72 × 2 144. അപ്പൊ 144 π ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി. 11th one. ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 25, അതിന് മുകളിലത്തെ വരിയിൽ 23, അതിന് മുകളിൽ 21 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ ഒരു സോപ്പ് മാത്രമാണ് ഉള്ളതെങ്കിൽ ആകെ എത്ര വരികളുണ്ട്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 12. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കടയിൽ താഴത്തെ വരിയിൽ 25 സോപ്പുകൾ, അതിന് മുകളിലത്തെ വരിയിൽ 23, പിന്നീട് 21, അങ്ങനെ 2 വെച്ച് കുറഞ്ഞു പോവാണ്. ഏറ്റവും ആദ്യം ഇരിക്കുന്നത് ഒരു സോപ്പാണ്. ഇതിൽ നിന്ന് നമുക്കൊരു സമാന്തര ശ്രേണി ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് ടേം 1 എന്ന് വെക്കുക. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചതിനിടയിലെ ഡിഫറൻസ് എന്താണ്? 2 ആണ്. 2 വെച്ചാണ് കുറയുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് 1 വന്നു, പിന്നീട് 2 ആഡ് ചെയ്ത് 3 വന്നു, പിന്നീട് 5 വന്നു, പിന്നെ വന്ന് 23, 25. ഇതാണ് ഒരു സമാന്തര ശ്രേണി. ഇനി ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ എത്ര വരികൾ ഉണ്ടെന്നാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് Tn = a + n - 1 × d. അതായത് Tn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്ന് എടുക്കാം. എന്ത് ടേം എന്നാണ് ഇവിടെ? നമ്മൾ ഇവിടെ ഇത് ലാസ്റ്റ് ടേം എന്ന് എടുത്തു. അങ്ങനെയാണ് Tn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഇവിടുത്തെ ഈ സമാന്തര ശ്രേണിയിൽ അത് 25 ആണ്. ഇനി a എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്, അത് 1 ആണ്. പ്ലസ് n - 1. ഇവിടുത്തെ n എന്ന് പറയുന്നതാണ് എന്ത് ടേം എന്ന് പറയുമ്പോൾ 25, അതായത് ലാസ്റ്റ് ടേം. ഇത് എത്ര വരികൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി n ആണ് കണ്ടെത്തേണ്ടത്. n - 1 × d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് അത് എത്രയാണ്? 2 ആണ്. 3 ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2. ഏതൊരു ടേമിൽ മുന്നിലത്തെ ടേമിൽ നിന്ന് പുറത്തെ ടേം മൈനസ് ചെയ്താൽ 2 ആണ് കിട്ടുക. ഇനി ഒന്നുകിൽ നമുക്ക് ഇത് സോൾവ് ചെയ്ത് ഇവിടെ എന്നിന്റെ വാല്യൂ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഞാൻ ഈ 15 എന്ന് പറയുന്ന എന്നിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഞാൻ 15 കൊടുത്താൽ 15 ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 14 വന്നു. 14 × 2 എന്ന് പറഞ്ഞാൽ 28 വന്നു. 28 + 1 എന്ന് പറഞ്ഞാൽ 29 ആണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ 13 ആണ്. 13 കൊടുത്തു നോക്കാം. 13 - 1 12 ആണ്. 12 × 2 24 വന്നു. 24 + 1 25. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 13 വരികളാണുള്ളത്. അപ്പോൾ ഒരു മെത്തേഡ് അതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഈ 1 എന്നുള്ള ആ ടേമിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇവിടെ +1 എന്നുള്ളത് ഇവിടെ വരുമ്പോഴത്തേക്കും എന്താകും? -1 ആകും. 25 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 24 വരും. എന്ന് പറയുന്നത് n - 1 × 2 എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് n - 1 ഇവിടെ നിർത്തി 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇവിടെ വരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. 24 നേരെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12. 12 എന്ന് പറയുന്നതാണ് n - 1. അപ്പൊ n - 1 എന്ന് പറയുന്നത് 12 ആണെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? n-ഉം 12 എഴുതി. ഇനി -1 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും +1 ആയിട്ട് മാറും. 12 + 1 13. അപ്പൊ ഈ ഒരു മെത്തേഡിൽ ഇത് കണ്ടെത്താം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര വരികൾ ഉണ്ടെന്നായിരുന്നു. ഇവിടെ വരികൾ 13 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ സമയം 9:30. സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ എ 80°, ഓപ്ഷൻ ബി 100°, ഓപ്ഷൻ സി 105°, ഓപ്ഷൻ ഡി 110°. അപ്പൊ ക്ലോക്കിന്റെ ഭാഗത്തുനിന്ന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഈക്വേഷൻ അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ 9:30 എന്ന് പറഞ്ഞ സൂചികൾ തമ്മിലുള്ള കോണളവ്. അപ്പൊ നമ്മളിവിടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് നോക്കുന്നത്. 30h - 11/2 m ആണ്. എച്ചിന്റെ സ്ഥാനത്ത് എന്ത് വരും? 9 വരും. കാരണം 9 മണി എന്ന് പറയുന്നുണ്ട്. 11/2 × m എന്ന് പറയുന്ന മിനിറ്റ് ആണ്. 30 വന്നു. 9 × 3 27 ആണ്. 270 മൈനസ് ഇവിടെ 30ന്റെ പകുതി 15 വന്നു. 15 × 11 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുക? 1ഉം 5ഉം എഴുതി. 5 + 1 6. ഇത് മൈനസ് ചെയ്താൽ മതി. ഇവിടെ 5 വന്നു. 6 × 60 0 1 വന്നു. 105°.
ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 105 ഡിഗ്രി. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. BCCEDGEIF ഡാഷ്. ഓപ്ഷൻ എ ജെ, ഓപ്ഷൻ ബി ഐ, ഓപ്ഷൻ സി ജി, ഓപ്ഷൻ ഡി കെ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താവുന്ന ഒരു പാറ്റേൺ തന്നെയാണിത്. ഇവിടെ നമുക്ക് ഈ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ബി സി ഡി ഇ എഫ്. അതായത് ഒന്നുകൂടെ വിട്ട് നോക്കുവാണെങ്കിൽ ഇത് നേരെ അങ്ങ് പോയേക്കാണ്, ആൽഫബറ്റിന്റെ ഓർഡറിൽ തന്നെ പോയേക്കാണ് BCDEF. ഇനി ഇവിടെ ഈ വിട്ടുപോയ ഇടവിട്ടുള്ള ആ ആൽഫബറ്റിന്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. സി കഴിഞ്ഞിട്ട് ഡി ഇല്ല, ഡി ഒഴിവാക്കി ഇ വന്നു. ഇ കഴിഞ്ഞിട്ട് എഫ് ഇല്ല, എഫ് ഒഴിവാക്കി ജി വന്നു. ജി കഴിഞ്ഞിട്ട് എച്ച് ഇല്ല, ഐ വന്നു. അപ്പൊ ഇവിടെ ഐ കഴിഞ്ഞിട്ട് ജെ ഇല്ല. നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന എന്തായിരിക്കും? കെ ആയിരിക്കും. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 14th വൺ നോക്കാം. A is equal to 2, B is equal to 3, C is equal to 4, etc. എന്നിങ്ങനെ ആയാൽ 6, 25, 2, 14 സൂചിപ്പിക്കുന്നത് എന്ത്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോർമലി നമ്മൾ A to Z ആൽഫബറ്റ് നോക്കുകയാണെങ്കിൽ 1 to 26 ലെറ്റേഴ്സ് ആണുള്ളത്. ഇസഡ് എന്ന് പറഞ്ഞാൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 26th ലെറ്റർ ആയിരിക്കും ഇസഡ് എന്ന് പറയുക. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1 ഒമിറ്റ് ചെയ്തവർ 2-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 2, 3, 4, 5 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്പർ ചെയ്യുമ്പോഴത്തേക്കും ഇസഡ് എന്ന് പറയുന്നത് 27th ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോഡിംഗ് പറഞ്ഞിരിക്കുക. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് 6, 25, 2, 14. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്കറിയാം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ വരുന്നതാണ് ആൻസർ എന്ന് മനസ്സിലായി. 3rd ലെറ്റർ എ വരുന്നത്. ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ബിയും സിയും ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. 3rd ലെറ്റർ എ ആണ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 6th ലെറ്റർ, അതായത് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഇ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 6ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഇ ആണെന്ന്. ഇനി നമുക്ക് കണ്ടേ 25th ലെറ്റർ എന്താണ്? 25th ലെറ്റർ എക്സ് ആണ്. 14th ലെറ്റർ എന്ന് പറയുന്നത് എം ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് എക്സ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. 2, 3, 5, 6 ഇവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ 2, 3, 5, 6 ഉൾപ്പെടാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ 6. അതിന്റെ റീസൺ എന്താണ്? 2, 3, 5 എന്ന് പറഞ്ഞ പ്രൈം നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിന് 1ഉം ആ നമ്പറും മാത്രമാണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. 6ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 6, 1 കൂടാതെ 3 × 2 6 ആണ്. അതുകൊണ്ട് 3ഉം 2ഉം അതിന്റെ ഫാക്ടറാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2013 അവസാനിക്കുന്ന ചൊവ്വാഴ്ച ദിവസമെങ്കിൽ അടുത്ത വർഷം റിപ്പബ്ലിക് ദിനം ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ എ തിങ്കൾ, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി ഞായർ, ഓപ്ഷൻ ഡി ബുധൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 2013 അവസാനിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും December 31. December 31 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2014 നെക്സ്റ്റ് വർഷം ഫസ്റ്റ് ഡേ January 1 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേ ആണ്, ബുധനാഴ്ചയായിരിക്കും. കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന അടുത്ത വർഷം റിപ്പബ്ലിക് ദിനം അതെന്താണ്? January 26 ആണ്. അപ്പൊ 2014 January 26 ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ January 1 ബുധനാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1, 8, 15, 22, 29 ഇതെല്ലാം തന്നെ ഒരു മാസത്തെ സെയിം ഡേ ആയിരിക്കും. 1-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ 22 എന്ന് പറയുന്നതും ബുധനായിരിക്കും. നമുക്ക് കണ്ടെത്തേണ്ടത് 26 ആണ്. 23, 24, 25, 26 22 ബുധനാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പൊ 26th എന്ന് പറയുന്നത് ഒരു സൺഡേ ആണ്, ഞായറാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ക്വസ്റ്റ്യൻ നോക്കാം. രാജു 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ അയാൾ യാത്ര തിരിച്ചിടത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? ഓപ്ഷൻ എ 14 കിലോമീറ്റർ, ഓപ്ഷൻ ബി 8 കിലോമീറ്റർ, ഓപ്ഷൻ സി 6 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 10 കിലോമീറ്റർ. ഇവിടെ നമുക്ക് ആദ്യം ഇതൊന്ന് വരച്ചു നോക്കാം. രാജു 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. തെക്കോട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ഇവിടെ 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുവാണ്. ഇനി ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഇത് വലത്ത്, ഇത് ഇടത്ത്, ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അത് 8 കിലോമീറ്റർ. ഇത് 8 കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ വലത്തോട്ട് ഇതാണ്, ഇങ്ങോട്ട് 3 കിലോമീറ്റർ. ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് ലാസ്റ്റ് പോയിന്റ്. ഇനി ആ സഞ്ചാരം ആരംഭിച്ച സ്ഥലത്തൊന്നും എത്ര അകലെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനെ നേരിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ലെങ്ത് കാണണമെങ്കിൽ നമുക്കറിയാം ഒരു മട്ട ത്രികോണം, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഇവിടെ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈതഗോറസ് തിയറം അനുസരിച്ച് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ലെങ്ത് ആണ്. അതിനുവേണ്ടി ഇവിടുത്തെ രണ്ടും ഡിസ്റ്റൻസ് അറിയണം. ഇത് എത്രയായിരിക്കും? ഈ 8 തന്നെ ആയിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്. 8 കിലോമീറ്റർ 8 തന്നെ ആയിരിക്കും.
ഇനി ഇവിടെ പറയുമ്പോഴത്തേക്കും ഇത്രയും എന്ന് പറയുമ്പോഴത്തേക്കും 3 ആണ്, ഇത് 3 ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ 3 + 3 6 വരും. ഇത് 6 ആണ്, ഇത് 8 ആണെങ്കിൽ ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണം. ഇതിൽ നിന്ന് ഈ ഒരു ഭാഗത്തെ ലെങ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ. 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 6ന്റെ സ്ക്വയർ 36 വരും. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 100 വരും. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 ആണ്. 10 കിലോമീറ്റർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് എൻഡ് ചെയ്ത സ്ഥലത്തോട്ട് ഈ ഡിസ്റ്റൻസ് 10 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 240? ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 15. അപ്പം ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n × n+1 ആണ്. n × n+1 = സം എന്നാണ്. ഇവിടുത്തെ തുക നമുക്ക് തന്നിരിക്കുന്നത് 240 ആണ്. അപ്പം n × n+1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ, അതിന്റെ നെക്സ്റ്റ് നമ്പർ. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 16 ആണ്. 16ന്റെ നെക്സ്റ്റ് നമ്പർ 17 ആണ്. അപ്പൊ 16 × 17 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്പർ കണ്ടെത്താൻ വേണ്ടി നമുക്കറിയാം 7 × 6 42 വരും. ഇവിടെ നമുക്ക് വരേണ്ടത് 0 ആണ്. അപ്പൊ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ നമുക്ക് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 12 × 12ന്റെ നെക്സ്റ്റ് നമ്പർ 13 ആണ്. 3 × 2 6 ആണ് ലാസ്റ്റ് വരിക. അപ്പൊ ഇതുമല്ല, ഇവിടെ 0 ആണ് വരേണ്ടത്. ഈ നെക്സ്റ്റ് സി എന്ന് പറയുമ്പോൾ 10 × 11 വരും. 10 × 11 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 110 ആണ്. അതുപോലെ ഇവിടുത്തെ ആൻസർ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 15 × 16. 15 × 16 ചെയ്യുവാണെങ്കിൽ നമുക്ക് ലഭിക്കുക 240 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. 19th വൺ. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 1/4 മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. ഒരു കുട്ടിക്ക് ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 75 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരി ഉത്തരങ്ങൾ എഴുതി കാണും? ഓപ്ഷൻസ് 80, 75, 90, 85. ഇവിടെ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരി ഉത്തരങ്ങളുടെ എണ്ണമാണ്. ഇനി ക്വസ്റ്റ്യന്, അതായത് ഇവിടെ ഈ പരീക്ഷയ്ക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരി ഉത്തരം എന്ന് പറയുന്നത് എക്സ് എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റായ ഉത്തരം എത്രയായിരിക്കും? 100 - x ആയിരിക്കും. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ്. ശരി ഉത്തരത്തിന്റെ എണ്ണം എക്സ് ആണെങ്കിൽ തെറ്റായ ഉത്തരത്തിന്റെ എണ്ണം 100 - x ആയിരിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം ശരി ഉത്തരത്തിന് 1 മാർക്ക് വെച്ച് ലഭിക്കും. x × 1 അത്രയുമായിരിക്കും നമുക്ക് കിട്ടുക ശരി ഉത്തരത്തിന്റെ മാർക്ക്. ഇനി തെറ്റായ ഉത്തരം 100 - x ആണ്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ തെറ്റായത്. അത് ഓരോന്നിനും 1/4 മാർക്ക് വെച്ച് കുറയ്ക്കുകയും ചെയ്യും. അതായത് ഇത്രയും മാർക്ക് കിട്ടിയതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്നത് 75 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 75 മാർക്ക് ലഭിച്ചെന്ന് പറയുന്നുണ്ട്. നമുക്കിത് വെച്ച് ഓപ്ഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 80. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഉത്തരത്തിന്റെ എണ്ണമാണ്. കാരണം ഇവിടെ ചോദിച്ചിട്ട് ശരി ഉത്തരം എത്ര ഉണ്ടെന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുക ശരി ഉത്തരങ്ങൾ എക്സ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് 80 എന്നാണെങ്കിൽ 80 × 1 80 തന്നെ വരും. 80 മാർക്ക് കിട്ടി. ഇനി ഇവിടെ 100ൽ നിന്ന് 80 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്രയുണ്ട്? 20 ക്വസ്റ്റ്യൻസിനാണ് തെറ്റിപ്പോയത്. അതേ ബൈ 4 ആണ്. അതേ ബൈ 4 ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? 20/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പൊ 5 മാർക്ക് നമ്മൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യന്റെ 5 മാർക്ക് നമ്മൾ കുറയ്ക്കണം. 80ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 75 വരും. 75 അല്ലേ നമുക്കിവിടെ കിട്ടിയേക്കെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓപ്ഷൻ എ ആണ് ആൻസർ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് x × 1 എത്രയും മാർക്കാണ് ലഭിക്കുക, അതേ മൈനസ് 100 - x × 1/4 ഇത്രയും മാർക്ക് കുറയ്ക്കുമ്പോൾ 75 കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നോക്കുമ്പോൾ എക്സ് മൈനസ് ഇവിടുത്തെ ഈ 1/4ഉം 100 കൂടെ ചെയ്യുമ്പോൾ 100/4 എന്ന് വരും. അത് എത്രയാണ്? 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 25 വരും. ഇവിടെ 25 വന്നു. ഇവിടെ മൈനസ് ആണ്. ഈ മൈനസും കൂടെ വരുമ്പോൾ പ്ലസ് വരും. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ വൈസ് ചെയ്യുവാണെങ്കിൽ അത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ മൈനസും പ്ലസ് വന്നു. x × 1/4 എന്ന് പറയുമ്പോൾ x/4 എന്ന് വന്നു = 75. അപ്പൊ ഇതിൽ നിന്ന് എക്സിന്റെ ടെർമിനെല്ലാം ഞാൻ ഒരു സൈഡിൽ കൊണ്ടുവരികയാണ്. x + 4 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് x + x/4 എന്നാണ് വരിക. ഇതിന്റെ എൽസിഎം കണ്ടെത്തി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 4 ഇവിടെ 4 വരും. അപ്പൊ ഇവിടെ 4 വന്നു കഴിഞ്ഞാൽ രണ്ടിന്റെയും ഛേദം ഒന്നാണെങ്കിൽ 4 എന്ന് എഴുതും. ഇവിടെ 4x ഇവിടെ 1x ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? 4 + 1 5 വന്നു. 5x എന്ന് വന്നു. അപ്പം x + x/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x/4 എന്ന് വന്നു ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 75 ഉണ്ട്. -25 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? +25 ആകും. ഇതിന്റെ ആൻസർ എത്താണ്? 75 + 25 100 ആണ്. ഇനി ഇതിൽ നിന്ന് 5x/4 എന്ന് പറഞ്ഞാൽ 100. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി ഫസ്റ്റ്
ഒന്നുകിൽ 5x നിർത്തി 4നെ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യാം. ഇപ്പോൾ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 100 ഉണ്ട്. 5/4 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് 4/5 എന്ന് വന്നു. ഇവിടെ 20 വന്നു. 20 × 4 4 × 2 8 80 വന്നു. x = 18 വന്നു. അപ്പോൾ ഒന്നുകിൽ ഈക്വേഷൻ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ എക്സിന്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ ഓപ്ഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്തുക. 20th ക്വസ്റ്റ്യൻ. അനുവിന് വിനുവിനേക്കാൾ മാർക്കുണ്ട്, മനുവിന് ദീപകിനേക്കാൾ മാർക്ക് കുറവാണ്. വിനുവിന് ദീപകിനേക്കാൾ മാർക്കുണ്ട്. കൂടുതൽ മാർക്ക് കിട്ടിയതാർക്ക്? ഓപ്ഷൻസ് ഓപ്ഷൻ എ വിനു, ഓപ്ഷൻ ബി അനു, ഓപ്ഷൻ സി ദീപക്, ഓപ്ഷൻ ഡി മനു. ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് അനുവിന് വിനുവിനേക്കാൾ മാർക്കുണ്ട്, അതായത് അനുവിനാണ് വിനുവിനേക്കാൾ മാർക്ക് കൂടുതൽ. ഫസ്റ്റ് അനുവാണ്. സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത് മനുവിന് ദീപകിനേക്കാൾ മാർക്ക് കുറവാണ്, അതായത് ദീപക്കും മനുവും തമ്മിൽ എടുക്കുമ്പോൾ ദീപകിനാണ് മനുവിനേക്കാൾ മാർക്ക് കൂടുതൽ. ഇനി തേർഡ് സെന്റൻസിൽ പറയുന്നത് വിനുവിന് ദീപകിനേക്കാൾ മാർക്ക് ഉണ്ട്. ഇവിടെ പറയുന്ന അനുസരിച്ച് ഈ ദീപകിനെ മനുവിനേക്കാളും കൂടുതൽ മാർക്ക് വിനുവിനുണ്ടെന്നല്ലേ. അപ്പൊ ഈ ഒരു ഓർഡറാണ് അനു, വിനു, ദീപക്, മനു എന്ന് വന്നു. ഇനി ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ, അതായത് അനുവിനാണ് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ.